അപ്പോൾ കഴിഞ്ഞ ദിവസം തന്ന അസൈൻമെൻറ്റിലെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതാനാണ്, മീൻസ് റോസ്റ്റർ ഫോമിലാണ് തന്നത്. അതിലൊന്നാമത്തത് സെറ്റ് 3, 6, 9, 12. അപ്പോൾ നമ്മൾ ഒരു സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെൻറ്റ്സിന് ഒക്കെ ശരിയാവുന്നതും അതിന് മാത്രം ശരിയാവുന്നതുമായ പ്രത്യേകത വെച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, ആ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ രീതിയും നമുക്കറിയാം. ഇപ്പോൾ സെറ്റ് 3, 6, 9, 12 എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകത അത് 3ൻ്റെ മൾട്ടിപ്പിൾസാണ്. ഓക്കെ, അതിൽ തന്നെ എല്ലാ മൾട്ടിപ്പിളും ഇല്ല, 12 വരെയുള്ള മൾട്ടിപ്പിളാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3ൻ്റെ മൾട്ടിപ്പിൾ എന്ന് കാണിക്കാൻ 3 × n. ഓക്കെ, കൊമ സ്മോൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4ാമത്തെ മൾട്ടിപ്പിൾ വരെ ഉള്ളത്. ഒന്നാമത്തത് 3 × 1 ആണ്, രണ്ടാമത്തെ 3 × 2 ആണ്, മൂന്നാമത്തെ 3 × 3, നാലാമത്തെ 3 × 4 എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് 3 × n. അതിൽ എന്നിൻ്റെ വാല്യൂ 1 മുതൽ 4 വരെ. അതാണ് ഇത് ഇവിടെ എഴുതിയത്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഈ സെറ്റിലെ എലമെൻസിനൊക്കെ ശരിയാവുന്ന പ്രത്യേകതയായി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഒരു യുണീക്ക് വേയിലല്ല നമുക്ക് എഴുതാൻ പറ്റുക, വ്യത്യസ്ത രീതി എഴുതാം. വേണമെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 വിച്ച് ഈസ് ലെസ് ദാൻ ഒരു 13 അല്ലെ അടുത്ത മൾട്ടിപ്പിൾ 15. ഓക്കെ, അങ്ങനെ പല രീതിയിൽ എഴുതാം. എഴുതിയത് ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി അല്ലെങ്കിൽ സ്മോൾ n ബിലോങ്സ് ടു n, കോമ n ലെസ് ദാൻ ഓർ ലെസ് ദാൻ 5 എന്ന് എഴുതാം. ഓക്കെ, 5 കുറവ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. സംശയമുള്ള വിദ്യാർത്ഥികൾ ചോദിക്കാം. രണ്ടാമത്തെ സെറ്റ് 2, 4, 8, 16, 32. എന്താ അതിലുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത അല്ലേ? ഒക്കെ 2ൻ്റെ പവേഴ്സാണ്. ഒന്നാമത്തത് 2⁻1 ആണ്, രണ്ടാമത്തെ 2⁻2 ആണ്, മൂന്നാമത്തെ 2⁻3 ആണ്, നാലാമത്തെ 2⁻4 ആണ്, അഞ്ചാമത്തെ 2⁻5 ആണ്. എന്നാൽ 2ൻ്റെ 5th പവർ വരെയുള്ള നമ്പേഴ്സാണത്. അപ്പോൾ ജനറലായിട്ട് നമുക്കിങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2⁻n. ഓക്കെ, അപ്പോൾ എന്നിന് വ്യത്യസ്ത വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിൽ എലമെൻറ്റ്സ് ലഭിക്കും. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മുതൽ 5 വരെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ശരിയല്ലേ? എന്നിന് നിങ്ങൾ 1 മുതൽ 5 വരെ കൊടുത്താൽ ആ സെറ്റിൽ എലമെൻറ്റ്സ് ലഭിക്കും. അടുത്ത എലമെൻറ്റ്സ് സെറ്റ് 5, 12, 125, 625. അത് 5ൻ്റെ പവേഴ്സാണെന്ന് കാണാം. ഫസ്റ്റ് നമ്പർ 5⁻1 ആണ്, സെക്കൻഡ് നമ്പർ 5⁻2 ആണ്, തേർഡ് 5⁻3 ആണ്, ഫോർത്ത് 5⁻4 ആണ്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5⁻n ആണ്. ഓക്കെ, കോമ സ്മോൾ n ബിലോങ്സ് ടു n ആൻഡ് ഇപ്പം 4 4th പവർ വരെ. അപ്പോൾ എൻ്റെ വാല്യൂ മാക്സിമം 4 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നാലാമത്തത് സെറ്റ് 2, 4, 6 എക്സെട്ര. എന്നാൽ അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. ഓക്കെ, എല്ലാ ഈവൺ നാച്ചുറൽ നമ്പേഴ്സും ആണത്. ഇപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. ഇനി അല്ലെങ്കിൽ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n എന്ന് പറയാം. ഓക്കെ, 2 × 1, 2 × 2, 2 × 3 എക്സെട്ര. ഇപ്പോൾ 2 × n, കോമ സ്മോൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N എന്ന് മാത്രം എഴുതുക. എന്നിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, അങ്ങനെയും എഴുതാം. നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ലാസ്റ്റ് വൺ സെറ്റ് 1, 4, 9 എക്സെട്ര 100 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറായിട്ട് വരുന്ന നമ്പേഴ്സാണ്. അതിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് പറയുക. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ 101 അല്ലെ ലെസ് ദാൻ 121. ഇനി അല്ലെങ്കിൽ നൊട്ടേഷൻ ഉപയോഗിച്ചാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ നമ്പർ 1 സ്ക്വയർ ആണ്, 4 2 സ്ക്വയർ ആണ്, 9 3 സ്ക്വയർ ആണ്, അവസാനത്തത് 10 സ്ക്വയർ ആണ്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. സ്മോൾ n ബിലോങ്സ് ടു n ആൻഡ് എന്നിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10.